നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. സിറിയയിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആക്രമണം ആസന്നം. ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചതായി പ്രതിപക്ഷ സഖ്യം. സിറിയൻ പ്രശ്നപരിഹാരത്തിന് നാളെ നടക്കേണ്ടിയിരുന്ന സമാധാന ചർച്ച നീട്ടി. രാസായുധം പ്രയോഗിച്ചവർക്ക് തക്ക മറുപടി നൽകാൻ ഫ്രാൻസ് തയ്യാറെടുത്തെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ്വാ ഒലാൻഡ്. ഇസ്രയേലുമായുള്ള സമാധാന ചർച്ചയിൽ നിന്ന് ഫലസ്തീൻ പിന്മാറി. പിന്മാറ്റം ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്നു. തുനീഷ്യയിൽ പ്രതിപക്ഷ നേതാക്കളുടെ വധത്തിന് പിന്നിൽ അൻസാറുശ്ശരിയയാണെന്ന് പ്രധാനമന്ത്രി അലി അൽ ഉറൈദ്. അൻസാറുശ്ശരിയെ തുനീഷ്യ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു. സൗദി നാടുകടത്തൽ കേന്ദ്രത്തിലെ ഏജന്റുമാരുടെ ചൂഷണം. നടപടിക്രമങ്ങൾ പൂർത്തിയായവരെ പോലും ഏജന്റുമാർ ചൂഷണം ചെയ്യുന്നു. രാവും പകലുമുള്ള എംബസിയുടെ പ്രയത്നം ഏജന്റുമാർ അട്ടിമറിക്കുന്നു. രൂപയ്ക്ക് റെക്കോർഡ് മൂല്യത്തകർച്ച. ഡോളറുമായുള്ള വിനിമയ മൂല്യം 66.30 ഓഹരി വിപണിയിലും കനത്ത നഷ്ടം. ഡീസൽ ലിറ്ററിന് 5 രൂപ വരെ കൂട്ടാൻ നിർദ്ദേശം. അടുത്ത മാസാവസാനത്തോടെ ചരക്ക് കൂലി കൂട്ടുമെന്ന് റെയിൽവേ. രാജ്യം സാമ്പത്തിക വെല്ലുവിളി നേരിടുകയാണെന്ന് ധനമന്ത്രി പി ചിദംബരം. രൂപയുടെ വില തകർച്ചയിൽ പ്രവാസികൾക്കും ആശങ്ക. അബ്ദുൽ നാസർ മഅദനിക്ക് ജാമ്യമില്ല. വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മഅദനി സമർപ്പിച്ച ജാമ്യാപേക്ഷ കർണാടക ഹൈക്കോടതി തള്ളി. സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് കോടതി. ജാമ്യാപേക്ഷ തള്ളുന്നത് ഇത് 5ാം തവണ. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ജാമ്യം നിഷേധിക്കാൻ കാരണമെന്ന് അബ്ദുൽ നാസർ മഅദനി. സിറിയയിൽ ദിവസങ്ങൾക്കകം പാശ്ചാത്യ ശക്തികളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ സഖ്യം. പാശ്ചാത്യ രാജ്യങ്ങളിലെ വിദഗ്ധർ ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് ഉറപ്പ് നൽകിയതായി പ്രതിപക്ഷ സഖ്യം റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഇസ്താംബുളിൽ ചേർന്ന പാശ്ചാത്യ രാജ്യങ്ങളിലെയും പ്രതിപക്ഷ സഖ്യത്തിലെയും പ്രതിനിധികളുടെ അടിയന്തര യോഗത്തിലാണ് ഇത്തരം ഒരു ഉറപ്പ് നൽകിയതെന്നാണ് വിവരം. അതേസമയം സിറിയൻ വിഷയത്തിൽ നാളെ നടക്കേണ്ടിയിരുന്ന സമാധാന ചർച്ചകൾ നീട്ടിവെച്ചു. സിറിയയിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സായുധ ഇടപെടൽ ഉടനുണ്ടാകുമെന്ന് ഇതോടെ ആശങ്ക ഉയർന്നു. സിറിയയിൽ രാസായുധ പരിശോധനാ സംഘം ആദ്യവട്ട പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞു. 2ാം വട്ട പരിശോധനയെക്കുറിച്ച് ഇനിയും തീരുമാനിച്ചിട്ടില്ല. രാസായുധ ആക്രമണത്തിന് പിന്നിൽ ബഷാറുൽ അസദ് ഭരണകൂടമാണെന്ന ആരോപണം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി ആവർത്തിക്കുകയും ചെയ്തു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നയതന്ത്ര സംഘർഷം ഉടലെടുത്തതോടെ UN രക്ഷാസമിതിയിലെ പ്രമുഖ രാജ്യമായ റഷ്യയെ അനുനയിപ്പിക്കാൻ ബ്രിട്ടനും അമേരിക്കയും ശ്രമം തുടങ്ങി. ഇന്ധനക്ഷാമം സംബന്ധിച്ച നിർണായക യോഗത്തിനിടയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറണിന്റെ ടെലിഫോൺ വിളിക്ക് മറുപടി നൽകാൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് സാഹചര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നു. സായുധ ഇടപെടൽ ഉണ്ടാവുമെന്ന സൂചന ലഭിച്ചതോടെ ഇസ്രായേൽ സിറിയൻ അതിർത്തിയിലും ഗൊലാൻ കുന്നുകളിലും സൈനിക ശേഷി വർദ്ധിപ്പിച്ചു. അതേസമയം ആക്രമണമുണ്ടായാൽ തങ്ങളുടെ പക്കലുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്ന് സിറിയൻ വിദേശകാര്യമന്ത്രി വാലി മുഅല്ലിം പ്രഖ്യാപിച്ചു. രാസായുധം പ്രയോഗിച്ചതിന് തെളിവ് കൊണ്ടുവരാൻ അമേരിക്കയെ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. സിറിയയിൽ രാസായുധം പ്രയോഗിച്ചവർക്ക് ശക്തമായ മറുപടി നൽകാൻ ഫ്രാൻസ് തയ്യാറെടുത്തു കഴിഞ്ഞതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാൻസ്വാ ഒലാൻഡ്. ബഷാറുൽ അസദ് ഭരണകൂടം തന്നെയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ആരോപിച്ചു. Dans le respect de nos engagements européens. Ce n'est qu'avec cette fermeté, cette clarté et cette responsabilité qu'une solution politique pourra un jour prévaloir. സിറിയയിലെ പ്രതിപക്ഷ സഖ്യത്തിനുള്ള സൈനിക സഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ഒലാൻഡ് അറിയിച്ചു. ഫ്രാൻസിന്റെ പ്രതിരോധ കൗൺസിൽ നാളെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. സിറിയയിലെ രാസായുധ പ്രയോഗത്തെ അറബ് ലീഗ് അപലപിച്ചു. സംഭവത്തിന് ഉത്തരവാദികളായവർക്ക് നേരെ നടപടി സ്വീകരിക്കണമെന്ന് കെയ്റോയിൽ ചേർന്ന അറബ് ലീഗ് യോഗം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ അന്വേഷണ സംഘം സംഭവസ്ഥലം സന്ദർശിച്ച് സത്യം പുറത്തുകൊണ്ടുവരണമെന്ന് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ നബീൽ അൽ അറബി ആവശ്യപ്പെട്ടു. ഇസ്രയേലുമായുള്ള ഉഭയകക്ഷി സമാധാന ചർച്ചകളിൽ നിന്ന് ഫലസ്തീൻ പിന്മാറി. വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സൈനികർ നടത്തിയ വെടിവയ്പിൽ 3 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സമാധാന ചർച്ചകളിൽ നിന്ന് ഫലസ്തീൻ പിന്മാറിയത്. 3 വർഷത്തിന് ശേഷമാണ് ഇസ്രായേൽ ഫലസ്തീൻ സമാധാന ചർച്ചകൾ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പുനരാരംഭിച്ചത്. ഈ മാസം ആദ്യം വാഷിംഗ്ടണിൽ വെച്ച് ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ആദ്യഘട്ട ചർച്ച നടത്തി. ചർച്ചയുടെ തുടർച്ചയെന്നോണം ഇസ്രായേലിൽ വെച്ചും ചർച്ച നടന്നു. അടുത്ത ഘട്ട ചർച്ച നാളെ നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ വെടിവെപ്പ് നടത്തിയത്. ഇസ്രായേൽ സൈനികർ ഗലന്തിയ അഭയാർത്ഥി ക്യാമ്പിലേക്ക് കടന്നുകയറിയാണ് വെടിവെപ്പ് നടത്തിയത്. ഇതോടെ സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഫലസ്തീൻ അധികൃതർ അറിയിച്ചു. വിമത പോരാളികളെ പിടികൂടാനായിരുന്നു റെയ്ഡ് നടത്തിയതെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം.
വെടിവെപ്പിൽ ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥനുൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 6 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. വെടിവെപ്പിനെ കൂട്ടക്കൊലയായാണ് ഫതഹ് വക്താവ് വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന്റെ നടപടിയോടെ വർഷങ്ങൾക്ക് ശേഷം പുനരാരംഭിച്ച സമാധാന ചർച്ചകളുടെ ഭാവി ആശങ്കയിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തിയായ അലി അൽ ഗൊമായുടെ ഇസ്ലാമിക വിധിക്കെതിരെ യൂസഫുൽ ഖറലാവി രംഗത്തെത്തി. മുർസിയെ പുറത്താക്കിയ പട്ടാള അട്ടിമറിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഗൊമയുടെ വിധിയാണ് ഖറലാവി രൂക്ഷമായി വിമർശിച്ചത്. അൽ ജസീറ ചാനലിലെ പ്രതിവാര പരിപാടിയായ ശരിയ ആൻഡ് ലൈഫ് എന്ന പരിപാടിയിലാണ് അന്താരാഷ്ട്ര മുസ്ലിം പണ്ഡിത സഭാധ്യക്ഷൻ യൂസഫുൽ ഖറലാവി അലി അൽ ഗൊമായെ രൂക്ഷമായി വിമർശിച്ചത്. പട്ടാള ഭരണകൂടത്തിന്റെ കയ്യിലെ പാവയാണ് ഗൊമായെന്നും മുഫ്തിയാകാനുള്ള യോഗ്യതയില്ലെന്നും ഖറലാവി അഭിപ്രായപ്പെട്ടു. നിയമാനുസൃതമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയാണ് മുഹമ്മദ് മുർസിയെന്നും അബ്ദുൽ ഫത്തഹ് അൽ സിസി അക്രമിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പട്ടാള അട്ടിമറി നടത്തുക വഴി സത്യപ്രതിജ്ഞാലംഘനമാണ് എൽ സി സി നടത്തിയതെന്നും ഖറലാവി കൂട്ടിച്ചേർത്തു. നിരപരാധികളെ കൊല്ലാനുള്ള അനുമതി നൽകുന്നയാൾക്ക് രാജ്യത്തെ നയിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥ പണ്ഡിതൻ ദൈവത്തെ ഭയക്കുന്നവനും പ്രവാചകനെയും വിശുദ്ധ ഗ്രന്ഥത്തെയും അനുസരിക്കുന്നവനാണെന്നും അവർക്കേ ശരിയായ വിധി നൽകാൻ കഴിയുകയുള്ളൂവെന്നും ഖറലാവി കൂട്ടിച്ചേർത്തു. മീഡിയ 1 ഖത്തർ. തുനീഷ്യൻ പ്രതിപക്ഷ നേതാക്കളുടെ കൊലപാതകത്തിന് പിന്നിൽ അൻസാർ ശരിയ എന്ന സംഘടനയാണെന്ന് തുനീഷ്യൻ പ്രധാനമന്ത്രി അലി അൽ ഉറയ്യിദ്. പ്രതിപക്ഷ നേതാക്കളായ ഷുക്കരി ബിലായിദ്, മുഹമ്മദ് ബ്രാഹ്മി എന്നിവരുടെ കൊലപാതകത്തിന് പിന്നിലുള്ളവർ അൻസാർ ശരിയയുമായി ബന്ധപ്പെട്ടവരാണെന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അൻസാർ ശരിയയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചതായും ഉറയ്യിദ് പറഞ്ഞു. രണ്ടുപേരെയും കൊലപ്പെടുത്താൻ ഉപയോഗിച്ചത് ഒരേ തോക്കാണെന്ന് നേരത്തെ വെളിപ്പെട്ടിരുന്നു. പ്രതിപക്ഷ നേതാക്കൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് തുനീഷ്യയിൽ അന്നഹദ നേതൃത്വം നൽകുന്ന സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടക്കുകയാണ്. സെപ്റ്റംബർ 5 മുതൽ മദീന വിമാനത്താവളം വഴി ഹജ്ജ് തീർത്ഥാടകർ എത്തിത്തുടങ്ങുമെന്ന് മദീന മുനവ്വറ ഹജ്ജ് മന്ത്രാലയ ബ്രാഞ്ച് ഓഫീസ് മേധാവി മുഹമ്മദ് അൽ ബിജാവി പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനവും അന്നുതന്നെ മദീനയിലെത്തും. തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഹജ്ജ് സേവനത്തിൽ ഏർപ്പെടുന്നവർക്കായുള്ള 7 ദിവസത്തെ പരിശീലനത്തിൽ 600ഓളം പേർ പങ്കെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിൽ അബ്ദുള്ള രാജാവ് പ്രഖ്യാപിച്ച ഇളവുകാലത്തിന്റെ 2ാം ഘട്ടം അവസാനിക്കുന്നതോടെ തൊഴിൽ പരിശോധന കർശനമാക്കുമെന്ന് ജവാസാത്ത് വിഭാഗം അറിയിച്ചു. പുതിയ ഹിജ്റ വർഷം ആരംഭിക്കുന്നതോടെ പരിശോധന ശക്തമാക്കാനാണ് ജവാസാത്ത് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ വിദേശികളും അവരെ ജോലിക്ക് നിർത്തുന്ന സ്ഥാപനങ്ങളും ഇളവ് കാലത്തിൽ അവശേഷിക്കുന്ന 2 മാസം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രാലയ വക്താവ് അഭ്യർത്ഥിച്ചു. ഇളവ് കാലാവധിയുടെ ആനുകൂല്യത്തിൽ നാട്ടിലെത്താൻ വഴി തേടി ദമ്മാമിലെ നാടുകടത്തൽ കേന്ദ്രത്തിൽ എത്തുന്നവരെ ഏജന്റുമാർ ചൂഷണം ചെയ്യുന്നു. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എക്സിറ്റ് പ്രതീക്ഷിക്കുന്നവരെ പോലും ചൂഷണം ചെയ്യുകയാണ് ഈ ഏജന്റുമാർ. എംബസിയിൽ രാവും പകലും പണിയെടുത്തതുകൊണ്ട് കാര്യമില്ല. ഏജന്റുമാരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ എക്സിറ്റ് ലഭിക്കൂ എന്നതാണ് അവസ്ഥ. നാട്ടിലെത്താൻ താമസം നേരിടുമെന്നതുകൊണ്ടാണ് പലരും പരാതിപ്പെടാൻ മടിക്കുന്നത്. 1000 മുതൽ 2500 റിയാലാണ് എക്സിറ്റ് നേടാനുള്ള നിരക്ക്. ഇന്ത്യക്കാർക്ക് മാത്രമായി പ്രത്യേക കൗണ്ടറുണ്ടെങ്കിലും ദിനംപ്രതി 30 മുതൽ 50 പേരുടെ എക്സിറ്റ് മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. ഇതിനിടയിൽ ഏജന്റുമാരുടെ പാസ്പോർട്ടും സ്ഥാനം പിടിക്കുന്നു. എക്സിറ്റ് തേടിയെത്തുന്നവരുടെ വിരലടയാളം രേഖപ്പെടുത്തിയ പാസ്പോർട്ടിൽ ക്രമനമ്പർ രേഖപ്പെടുത്തി മൊബൈൽ നമ്പറും വാങ്ങി ആളുകളെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. എമർജൻസി പാസ്പോർട്ട് ആകെ 3 മാസം വാലിഡ് ഉള്ളൂ. 3 മാസം വാലിഡ് ഇത് 4 മാസം കഴിഞ്ഞാൽ ഇത് വീണ്ടും എക്സ്പയർ ആവും. അപ്പം ഞാൻ എങ്ങനെ ഇതിനുള്ളിൽ എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ. ഇല്ല ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ നിൽക്കുന്ന ടൈമിൽ ഒരു മലയാളി കയറുക, എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എക്സിറ്റ് അടിക്കണമായിരുന്നു, എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല, നിങ്ങൾ പറഞ്ഞു തരാണെങ്കിൽ. അപ്പോൾ അവർ പറഞ്ഞ് എക്സിറ്റൊക്കെ ഞാൻ അടിച്ചു തരാം, ക്യാഷ് ആവുന്ന. എക്സിറ്റ് രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് അവരെ വിവരമറിയിക്കാം എന്നതാണ് ധാരണ. എന്നാൽ മാസങ്ങൾ കാത്തിരുന്നിട്ടും പലർക്കും എക്സിറ്റ് ലഭിക്കുന്നില്ല എന്നതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ക്രമനമ്പർ പ്രകാരം തന്നേക്കാൾ പിറകിലുള്ളവർ എക്സിറ്റ് വാങ്ങി നാട്ടിലെത്തുന്നത് കണ്ടു നിൽക്കേണ്ട ഗതികേടും ഇക്കൂട്ടർക്കുണ്ട്. ഇക്കാരണത്താൽ പലപ്പോഴും സംഘടിത പ്രതിഷേധത്തിനും വാക്കേറ്റത്തിനും നാടുകടത്തൽ കേന്ദ്രം വേദിയാകാറുണ്ട്. സാമൂഹ്യ പ്രവർത്തകർ അധികവും മലയാളികളായതിനാൽ ഇവർ സംഘടിതമായി മലയാളികൾക്ക് മാത്രം ഇത്തരം എക്സിറ്റ് നൽകുകയാണെന്നാരോപിച്ച് ചില ഹിന്ദിക്കാർ മലയാളി സാമൂഹ്യ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുക പോലുമുണ്ടായി. ഒരു സമൂഹത്തിന്റെ മുഴുവൻ നിസ്വാർത്ഥ സേവനങ്ങളെയാണ് ഇവർ അട്ടിമറിക്കുന്നത്. മീഡിയ 1 ദമാം. ഖത്തറിൽ ഒരാൾക്ക് കൂടി കൊറോണ വൈറസ് രോഗം സ്ഥിരീകരിച്ചതായി ഉന്നതാരോഗ്യ സമിതി വ്യക്തമാക്കി. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിതരുടെ എണ്ണം 4ആയി. 29-കാരനായ ഖത്തറി പൗരനാണ് കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രം എന്ന രോഗം സ്ഥിരീകരിച്ചത്. ഖത്തറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണിത്. രോഗി അത്യാസന്ന നിലയിലാണെന്നും അത്യാഹിത വിഭാഗത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നതെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു.
ആസ്മയെ തുടർന്നാണ് രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും സംശയം തോന്നിയതിനെ തുടർന്ന് രക്തം പരിശോധനയ്ക്കായി നാഷണൽ ലബോറട്ടറിയിൽ അയച്ച് പരിശോധിച്ചപ്പോഴാണ് മെർസ് വൈറസ് ആണെന്ന് മനസ്സിലായതെന്ന് ആശുപത്രി പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച 59-കാരനായ മറ്റൊരു ഖത്തരി പൗരന് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിരുന്നു. ഇന്നലത്തെ കേസോടെ ഖത്തറിൽ ആകെ സ്ഥിരീകരിച്ച കേസുകൾ 4ആയി. ഇതിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതരം വൈറസാണ് മെർസ് വൈറസ്. ശ്വാസകോശത്തെ തകരാറിലാക്കുന്ന ഈ വൈറസ് ബാധിത കേസുകൾ ലോകത്താകമാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 104ആണ്. ഇതിൽ 49 പേർ ഇതിനകം മരണപ്പെട്ടു കഴിഞ്ഞു. ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സൗദി അറേബ്യയിലാണ്. കൊറോണ വൈറസിനെ നേരിടാൻ ശക്തമായ നടപടികളാണ് ഉന്നതാരോഗ്യ സമിതി സ്വീകരിക്കുന്നതെന്നും പരിഭ്രാന്തരാകേണ്ട സ്ഥിതി ഉണ്ടായിട്ടില്ലെന്നും ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. പെരുന്നാൾ അവധിക്ക് മറ്റ് GCC രാഷ്ട്രങ്ങളിൽ പോയവർ നിർബന്ധമായും പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും SCH അധികൃതർ ആവശ്യപ്പെട്ടു. റമീസ് ചാത്യാറ, മീഡിയ 1, ഖത്തർ. ഖത്തറിലേക്ക് റോഡ് മാർഗം കൊണ്ടുവന്ന ഗുണനിലവാരമില്ലാത്ത കോഴിയിറച്ചി അബൂ സംറ ചെക്ക് പോസ്റ്റിൽ നിന്നും പിടിച്ചെടുത്തു. മനുഷ്യോപയോഗത്തിന് പറ്റാത്ത രീതിയിൽ ബാക്ടീരിയ കണ്ടെത്തിയതിനെ തുടർന്നാണ് വലിയ കണ്ടെയ്നർ നിറയെ ശീതീകരിച്ചു കൊണ്ടുവന്ന കോഴിയിറച്ചി അധികൃതർ പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത മുഴുവൻ ഇറച്ചിയും നശിപ്പിച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ലഗേജ് പരിധി വെട്ടിക്കുറച്ച എയർ ഇന്ത്യയുടെ നടപടിയെ നിയമത്തിന്റെ വഴിയിലൂടെ നേരിടാൻ ബഹ്റൈനിലെ യാത്രാ സംരക്ഷണ സമിതി തയ്യാറെടുക്കുന്നു. പൊതുമേഖലാ സ്ഥാപനമായതിനാൽ എയർ ഇന്ത്യ സംരക്ഷിക്കപ്പെടണമെന്ന താൽപ്പര്യമുള്ളതിനാലാണ് സംഘടനയെ പ്രതിഷേധത്തിന് ഈ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എയർ ഇന്ത്യ ലഗേജ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ നിയമ നടപടികളടക്കമുള്ള പ്രതികരണങ്ങൾക്കൊരുങ്ങുകയാണ് ബഹ്റൈനിൽ രൂപം കൊണ്ട യാത്രാ അവകാശ സംരക്ഷണ സമിതി. നമ്മുടെ എയർ ഇന്ത്യയെ നമുക്ക് സംരക്ഷിക്കാമെന്ന മുദ്രാവാക്യവുമായി ഈയിടെ ബഹ്റൈനിൽ രൂപം കൊണ്ട ഈ സംഘടന വ്യത്യസ്തമായ കർമ്മപരിപാടികളിലൂടെയാണ് ഇതിനകം ശ്രദ്ധേയമായി തീർന്നത്. പ്രവാസ ലോകത്ത് എയർ ഇന്ത്യയുടെ അനാസ്ഥക്കെതിരെ പ്രതിഷേധം സജീവമാവുകയും കൂട്ടബഹിഷ്കരണം പോലുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടി സോഷ്യൽ നെറ്റ്വർക്കുകളിൽ പ്രചരണം കൊഴുക്കുകയും ചെയ്തപ്പോഴാണ് ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തകർ വേറിട്ട ആശയവുമായി യാത്രാ അവകാശ സംരക്ഷണ സമിതിക്ക് രൂപം നൽകിയത്. യാത്രാ അവകാശ സംരക്ഷണ സമിതി ബഹ്റൈനിൽ 3-4 മാസമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സമിതിയാണ്. സേവ് എയർ ഇന്ത്യ എന്ന മുദ്രാവാക്യവുമായി നമ്മുടെ എയർ ഇന്ത്യയെ നമുക്ക് സംരക്ഷിക്കാം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ എയർ ഇന്ത്യയെ നമുക്ക് സംരക്ഷിക്കാമെന്ന പ്രമേയത്തിൽ ഈയിടെ സമിതി പ്രവർത്തകർ നടത്തിയ ചർച്ചാ സദസ്സുകളും ചിത്രരചനാ മത്സരവും ശ്രദ്ധേയമായിരുന്നു. മന്ത്രി KC വേണുഗോപാലിന് ബഹ്റൈൻ സന്ദർശന വേളയിൽ നിവേദനം നൽകിയ സമിതി പ്രവർത്തകർ വിമാനയാത്രക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈയിടെ ഡൽഹിയിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കണ്ടും നിവേദനം സമർപ്പിച്ചിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകരരുതെന്ന് ആഗ്രഹിക്കുമ്പോഴും പ്രവാസികളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ ഒട്ടും മടിക്കേണ്ടതില്ലെന്നാണ് സമിതിയുടെ തീരുമാനം. അതുകൊണ്ടുതന്നെ ലഗേജ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ നിയമത്തിൻ്റെ വഴിയിൽ മുന്നോട്ടു പോകുവാനും ശക്തമായി പ്രതികരിക്കുവാനുമാണ് ഈ കൂട്ടായ്മയുടെ തീരുമാനം. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ബഹ്റൈനിൽ റമദാൻ മുന്നോടിയായി നിർത്തിവെച്ചിരുന്ന ദേശീയ സംവാദത്തിന്റെ ചർച്ചകൾക്ക് നാളെ വീണ്ടും തുടക്കമാകും. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായി നടക്കുന്ന ചർച്ചകൾ വഴി കലുഷിതമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പാർലമെന്റ് അംഗം സമീർ ഖാദിം പറഞ്ഞു. ബഹ്റൈനിൽ LMRA ഫീസ് പുനരാരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ഇതിനായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ തൊഴിൽ മന്ത്രി ജമീൽ ബിൻ ഹുമൈദാൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി ആസ്ഥാനം സന്ദർശിച്ചു. അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 49,000 സ്ഥാപനങ്ങളിൽ നിന്ന് സെപ്റ്റംബർ മാസം മുതൽ ഫീസ് ഈടാക്കി തുടങ്ങും. കഴിഞ്ഞ 15 മാസത്തിനിടെ ഖത്തറിൽ 20% ശമ്പളം വർദ്ധിച്ചതായി ഖത്തർ സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി. ഇതിൽ പുരുഷന്മാർക്ക് 10,000 റിയാലും സ്ത്രീകൾക്ക് 8,000 റിയാലുമാണ് വർദ്ധിച്ചത്. ഖത്തറിലെ പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയമാണ് കണക്കുകൾ പുറത്തുവിട്ടത്.